പശ്ചാത്തലം. ഇപ്പൊ ഉദാഹരണത്തിന് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോകുമ്പോൾ നിങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പ് അവിടെ ഉണ്ടായ ദുരന്തമാണ് കാണുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഈ ജൂതന്മാരോട് എന്തിനായിരിക്കും ഇവർ ചെയ്ത്? അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താ? യുവന്മാരെന്തെങ്കിലും തോന്നിയാസം കാണിച്ചിട്ടുണ്ടാവുമല്ലോ. ചുമ്മാ ഇരിക്കുന്ന ഒരുത്തിനെ കൊണ്ട് കൂട്ടക്കൊല ചെയ്യുവോ? ഈ യുക്തി എന്റെ തലയ്ക്കകത്ത് പോവും. അപ്പൊ ഞാൻ യാത്രയ്ക്ക് മുമ്പ് ഇരുന്ന് പഠിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഹിറ്റ്ലർ മാത്രമല്ല റഷ്യക്കാർ ഇവനെതിരായിരുന്നു, ജൂതന്മാർക്കെതിരായിരുന്നു. ജൂതന്മാർ എവിടെ ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇവർക്കെതിരായിരുന്നു. കഷ്ടിച്ച് കേരളത്തിൽ മാത്രമേ ഇവര് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നവരെ മാത്രമേ നാട്ടുകാരുമായിട്ട് വലിയ ഫ്രിക്ഷൻ ഇല്ലാതെ പോയിട്ടുള്ളൂ. ബാക്കി പലയിടത്തും ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവര് വേറൊരു തരം ആളുകളായിരുന്നു. അവർ ഇന്റലക്ച്വലി വളരെ ബുദ്ധിമാന്മാരാണ്, ഷാർപ്പാണ്, ഷ്രൂഡാണ്. അതുകൊണ്ട് നാട്ടുകാര് ഒരു ശരാശരിക്കാരാണെങ്കിൽ അവന്മാരെ ഈസി ആയിട്ട് ഇവർ പറ്റിക്കും. അവരുടെ കാശല്ല ഇവരുടെ കയ്യിലാവും. മനസ്സിലായില്ലേ? ജൂതന്മാര് വലിയ തന്ത്രജ്ഞന്മാരും കുശാഗ്ര ബുദ്ധിക്കാരുമാണ്. നമ്മള് മർച്ചന്റ് ഓഫ് വെനീസ് പഠിച്ചിട്ടുണ്ടേ അറിയാം. മർച്ചന്റ് ഓഫ് വെനീസ് ഷേക്സ്പിയറുടെ പ്രശസ്തമായ നാടകമാണ്. മർച്ചന്റ് ഓഫ് വെനീസിലെ വില്ലനാരാ? ഷൈലോക്കാണ്. ഷൈലോക്ക് എന്ന് പറയുന്ന കൊള്ളപ്പലിശക്കാരനായ ഒരു ഷൈലോക്കാണ്. അവിടെ പണമില്ലെങ്കിൽ അതിന് തൂക്കം മാംസം വേണമെന്ന് അർത്ഥെടുത്ത മനുഷ്യൻ. അപ്പൊ ചരിത്രത്തിലും സാഹിത്യത്തിലും പോലും ജൂതനതാണ്.